തിരുവനന്തപുരത്തെ റോഡുകളെ പറ്റി പലരും മുൻകാലങ്ങളിൽ പ്രശംസാപൂർവം പറയുമായിരുന്നു. അത് ശരിക്കും രാജവീഥി തന്നെയാണ് എന്ന് തിരുവനന്തപുരത്തിനോട് വലിയ മമതയൊന്നും കാണിക്കാത്തവരും പറയും. ആ രാജവീഥി എന്ന് പറയാൻ കാരണം പ്രധാനമായിട്ട് കവടിയാർ റോഡാണ്. അല്ലെങ്കിൽ കവടിയാർ മുതൽ മ്യൂസിയം വരെയുള്ള റോഡ് കണ്ടിട്ടാണ്. ഈ കവടിയാർ മുതൽ മ്യൂസിയം വരെയുള്ള റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുട്പാത്തുകൾ ഉണ്ടായിരുന്നു. ഫുട്പാത്തുകൾ മാത്രമല്ല, അവിടെ വാഗമരങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഗമരങ്ങളിൽ നിന്ന് പൂക്കാലമാകുമ്പോൾ നിറച്ച് പൂക്കളുണ്ട്. അവിടെ കൂടി പൂക്കളിങ്ങനെ നിറയും. ചിലപ്പോൾ ഇങ്ങനെ പൂക്കളിങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് കാണാം. അതുപോലെ കവടിയാർ സ്ക്വയർ എന്നാണ് രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം അറിഞ്ഞിരുന്നത്. ആ കവടിയാർ സ്ക്വയറിൽ അന്ന് മനോഹരമായൊരു പാർക്കുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ആ കവടിയാർ സ്ക്വയറൊക്കെ നശിപ്പിച്ചിട്ട് അതിനെ ഒരു റോഡാക്കുകയും അതിൻ്റെ ഒരറ്റത്ത് ഒരു കണ്ണു കിട്ടാതിരിക്കാൻ എന്നോണം ഒരു ചെറിയ പാർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. പഴയ കവടിയാർ സ്ക്വയർ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ കാണുന്ന ഇപ്പോഴുള്ള വിവേകാനന്ദ ഉദ്യാനത്തെപ്പറ്റി ഒട്ടും മതിപ്പ് തോന്നാൻ ഇടയില്ല. ഏതായാലും ഞാൻ ഇന്ന് ഇവിടെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ഈ കവടിയാർ റോഡിനെ പറ്റിയോ അല്ലെങ്കിൽ കവടിയാർ മുതൽ മ്യൂസിയത്തെ രാമരായർ വിളക്ക് വരെയുള്ള റോഡിനെ പറ്റി അല്ല പറയാൻ പോകുന്നത്. ഈ റോഡ് ഡിസൈൻ ചെയ്ത നമ്മളൊക്കെ മറന്നുപോയ ഒരു വാസ്തുശില്പിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ, അവരൊക്കെ തന്നെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഞാനെന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാറുണ്ട് എൻ്റെ അനുസ്മരണങ്ങളിൽ. ആ ജർമ്മൻകാരൻ്റെ പേര് കുംബ്രിഗൽ എന്നാണ്. കുംബ്രിഗൽ അദ്ദേഹം ആണ് വാസ്തവത്തിൽ ഇന്ന് ലാൽബാഗ് പൂന്തോട്ടം, ബാംഗ്ലൂരിലെ ഈ ലാൽബാഗ് പൂന്തോട്ടം നവീകരിച്ചത് കുംബ്രിഗലാണ്. അപ്പോൾ ഈ കുംബ്രിഗലിനെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത് അവസാനത്തെ തിരുവിതാംകൂർ രാജാവായ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ്. അതിനൊരു കാരണമുണ്ട്. ബാലരാമവർമ്മ യുവാവായിരിക്കുമ്പോൾ അദ്ദേഹം ഈ ഭരണം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കാനായിട്ട് മൈസൂറിലേക്ക് പോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയോട് മൈസൂറിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. അങ്ങനെ യുവാവായ ചിത്തിരതിരുനാൾ, യുവാവെന്നല്ല കൗമാരപ്രായത്തിലുള്ള ചിത്തിരതിരുനാൾ, അദ്ദേഹം മൈസൂറിൽ പോയിട്ട് എങ്ങനെയാണ് രാജാവ് ജനങ്ങളുമായിട്ട് ഇടപഴകേണ്ടത്, എങ്ങനെയാണ് എത്ര കണ്ട് അടുക്കാം, എത്ര കണ്ട് അകൽച്ച പാലിക്കാം, എത്ര കണ്ട് നിസ്സംഗത കാണിക്കാം എന്ന് മാത്രമല്ല ദിവാൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, റെസിഡൻറ്റിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് കുറച്ചു കാലം അപ്രൻറ്റിസ് ചെയ്തു. എവിടെ? മൈസൂറിൽ. അങ്ങനെ മൈസൂറിൽ അദ്ദേഹം താമസിക്കുമ്പോഴാണ് ലാൽബാഗിൻ്റെ പുനർനവീകരണവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ കഴിയുന്ന കുംബ്രിഗലിനെ ചിത്തിരതിരുനാൾ പരിചയപ്പെടുന്നത്. അങ്ങനെ ചിത്തിരതിരുനാൾ കുംബ്രിഗലിനോട് പറഞ്ഞു, നാട്ടിലേക്ക് വരണം, തിരുവനന്തപുരത്തേക്ക് വരണം, എനിക്ക് വൈകാതെ ഭരണം ലഭിക്കും. അങ്ങനെ ഭരണം ലഭിക്കുമ്പോൾ ഞാൻ ഔപചാരികമായി താങ്കളെ ക്ഷണിക്കാം, താങ്കൾ വരണം എന്ന് പറഞ്ഞിട്ട് കുംബ്രിഗൽ പറഞ്ഞു, എനിക്കങ്ങനെ സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കാൻ സാധിക്കുകയില്ല, എനിക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്, ചുമതലകളുണ്ട്, ബാംഗ്ലൂരിലെ കാര്യം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനായിട്ടുണ്ട്, മൈസൂർ കൊട്ടാരത്തിൽ ചില പ്രോജക്ട്സ് ഉണ്ട്, അതൊക്കെ പൂർത്തിയാക്കണം, ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് സന്ദർശിക്കാം. അങ്ങനെ തിരുവനന്തപുരത്ത് അദ്ദേഹം സന്ദർശിച്ചു. അക്കാലത്ത് കവടിയാർ കൊട്ടാരം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കവടിയാർ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് നിർമ്മിച്ച കൊട്ടാരമല്ല. അവിടെ ആദ്യം ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. ക്രമേണ അഡീഷണൽ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കി നാം ഇന്ന് കാണുന്ന പോലത്തെ ഒരു കവടിയാർ കൊട്ടാരം വന്നു.
ആ കൊട്ടാരത്തിനൊരു മനോഹരമായ പൂന്തോട്ടം വേണമെന്ന് രാജകുടുംബം തീരുമാനിച്ചു, രാജാവ് തീരുമാനിച്ചു. അതിൻ്റെ ചുമതലയും കുംബ്രികളിനാണ് നൽകിയത്. കുംബ്രികൾ പ്രധാനമായി ചെയ്ത ഒരു മേജർ വർക്ക് എന്ന് പറയുന്നത് കവടിയാർ കൊട്ടാരത്തിലെ പൂന്തോട്ടമാണ്. നിർഭാഗ്യവശാൽ ആ പൂന്തോട്ടത്തെപ്പറ്റി നമുക്കൊന്നും ഇന്ന് കാര്യമായ വിവരങ്ങളൊന്നുമില്ല. അപൂർവമായിട്ട് ചില ഫോട്ടോ ശേഖരങ്ങളിൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ജലധാരാ യന്ത്രങ്ങളും ബാൻഡ് ഹൗസും തട്ടായിട്ടുള്ള പൂന്തോട്ടങ്ങളും ആണ്. അന്ന് ആ പൂന്തോട്ടത്തിലെ പ്രധാന പൂക്കൾ എന്ന് പറയുന്നത് കാനവാഴയിലെ പൂക്കളായിരുന്നു. അന്ന് തിരുവനന്തപുരത്തുകാരുടെ ഒരു വലിയ അത്ഭുതമായിരുന്നു ഈ കാനവാഴയിലെ പൂക്കൾ. പലതരം കാനവാഴ പൂക്കളുണ്ട്. ചുവന്ന പൂക്കളുണ്ട്, സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളുണ്ട്. അന്ന് ഈ ഓർക്കിഡ് പൂക്കളൊന്നും തിരുവനന്തപുരത്ത് വന്നിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് ആളുകൾ കവടിയാറിനെ പറ്റി പറയുമ്പോൾ കവടിയാർ സ്ക്വയറിലും ഉണ്ടായിരുന്നു ഈ കാനവാഴ പൂക്കൾ. എന്തിന്? അന്ന് ഒരു കൃഷ്ണവാര്യർ എന്ന് പറയുന്ന ഒരു കവി ഈ കവടിയാറിലെ കാനവാഴ പൂക്കളെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കവിതയൊക്കെ എഴുതും. ആ കവിതയ്ക്ക് വേറെ വലിയ മെച്ചമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ വീണ്ടും കുംബ്രികളിലേക്ക് വരാം. കുംബ്രികളെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതോടുകൂടി കുംബ്രികളിന് കഷ്ടകാലമായി. ഇദ്ദേഹം ജർമ്മൻകാരനായതുകൊണ്ട് ഇദ്ദേഹത്തെ സംശയത്തോടു കൂടിയാണ് അന്നത്തെ ബ്രിട്ടീഷ് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ബ്രിട്ടീഷ് റെസിഡൻറ്റ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും അവർ ശ്രദ്ധിച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഈ ബൊട്ടാണിസ്റ്റാണ്, ആർക്കിടെക്റ്റുമാണ്, ഗാർഡൻ ആർക്കിടെക്റ്റ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ പലയിടത്തെയും ചെടികളുടെ വിത്തുകൾ ശേഖരിക്കുകയും ഇപ്പോൾ തിരുവനന്തപുരത്തെ വിത്തുകൾ അത് മൈസൂറിൽ കൊണ്ടുപോയി നടുകയും മൈസൂറിലെ വിത്തുകൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി നടുകയും ചെയ്തു. ഇത് വെച്ചിട്ട് അവർ വേറൊരു കേസ് ചാർജ് ചെയ്തു. ആ കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ വിത്തുകൾ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇയാൾ ഭീകരനാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കുറച്ചു കാലം ജയിലിലിടുകയും ചെയ്തു. ഏതായാലും തിരുവനന്തപുരത്തെ ഒരു മിനി ബാംഗ്ലൂർ ആക്കാനുള്ള കുംബ്രികളുടെ സ്വപ്നം യാഥാർത്ഥ്യമായില്ല.